ഇനി മേലിൽ ഇത് ആവർത്തിച്ചു പോരുത്. എന്തിനാ മോളെ അതുവരെ വെയിറ്റ് ചെയ്യുന്നേ? ഇവരെ ഇപ്പൊ പിടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞല്ലേ മോൾ ഇങ്ങോട്ട് വന്നേ? പിന്നെന്താ താമസം? ഇപ്പൊ ഈ സെക്കൻഡിൽ ഇവരെ പുറത്താക്കണം. മോൾക്ക് വൈകി പറ, ഞാൻ പുറത്താക്കാം. ഇങ്ങോട്ട് മാറി പെണ്ണുപിള്ളെ, ഇങ്ങോട്ട് ഇറങ്ങ പെണ്ണുപിള്ളെ, ഇറങ്ങ ഇങ്ങോട്ട്, ഇങ്ങോട്ട് ഇറങ്ങ പെണ്ണുപിള്ളെ. എന്താ ഇവിടെ പ്രശ്നം? എന്റെ കണ്ണ് തെറ്റിയെ തുടങ്ങിക്കോളും. നിനക്കൊക്കെ ഇത് എന്തിന്റെ സോക്കേടാടി? ഞങ്ങൾക്കാർക്കും അല്ല സൂക്കേട്, ഇവർക്കാ. ഇവരെന്ത് ചെയ്തെന്ന്? മുത്തശ്ശി, ഇവര് നമ്മുടെ പൂജ അവിടെ പിടിച്ചോണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചിരിക്കുക. പ്രാർത്ഥിപ്പിച്ചതല്ലേ ഉള്ളൂ, കൊന്നൊന്നുമില്ലല്ലോ. അയ്യോ, ഇതിപ്പേതം കൊല്ലുന്നായിരുന്നു. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും ഗോമതി. അല്ല അമ്മേ, നീ എന്താ ഇപ്പൊ പറഞ്ഞത്? നമ്മുടെ പൂജയെന്നോ? അതെപ്പോ മുതൽ അങ്ങനെയായത്? ക്ലാരമ്മ അവളെ വിളിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിച്ചപ്പോ മുതലോ? നീ ഒന്നും മനസമാധാനത്തോടെ അവളെ പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ല. ആരെങ്കിലും വിളിച്ചുകൊണ്ടുപോയി പ്രാർത്ഥിച്ചാ അതിനും സമ്മതിക്കില്ല. മുത്തശ്ശി എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ? മുത്തശ്ശിക്ക് എല്ലാം അറിയാം. എന്നോട് അനുവാദം ചോദിച്ചിട്ടാ ക്ലാരമ്മ ആ മുറിയിൽ പടം കൊണ്ടുവച്ചത്. ആർക്ക് വേണേലും അതിന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കാം. ഇനി ക്ലാരമ്മയ്ക്ക് വേണേലും ഇവിടുത്തെ പൂജാമുറിയിൽ വന്നും പ്രാർത്ഥിക്കാം. ഇനി ദൈവം എന്തെങ്കിലും പ്രതിഷേധം പറഞ്ഞ എന്നോട് പറഞ്ഞാ മതി, ഞാൻ സംസാരിച്ചോളാം. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും ഒച്ച അനക്കം കേട്ടാ അടിച്ചു ചെരുപ്പെടുത്തി കളയും ഞാൻ. ഈശ്വര, സുഹൃദക്ഷേ അല്ലാതെ എന്താ? അമ്മ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം മനസ്സിലാവണമെങ്കിലേ ഗോമതിന് 100 ജന്മം ജനിക്കണം. ചേച്ചി വന്നേ. ഇവിടെ കൊണ്ട് തീർന്നൊന്നും വിചാരിക്കണ്ട. കരുതിയിരുന്നോ പെണ്ണുപിള്ളേ നിങ്ങള്? വരുന്നുണ്ട് പിന്നാലെ ഭീകരമായ ഒരു സുനാമി. മോള് പോങ്ങണ്ട. പാവത്തുങ്ങള്. ഹലോ അമ്മേ. അച്ഛൻ അവിടെ വന്നിരുന്നോ മോളെ? കണ്ടിട്ട് നിനക്കെന്ത് തോന്നി? ആ മനുഷ്യൻ മാറാനുള്ള വല്ല ലക്ഷണമുണ്ടോ? എനിക്കറിയില്ല അമ്മേ. എന്റെ കാല് വീണ മാപ്പൊക്കെ പറഞ്ഞു. ഞാനാകെ വല്ലാതായിപ്പോയി. ഇവിടെ കഴിഞ്ഞ ദിവസമായി ഈ പ്രകടനമൊക്കെ തന്നെയാ. പിന്നെ നിന്റെ അച്ഛനായതുകൊണ്ടാ എനിക്ക് വിശ്വാസം വരാത്ത. എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ദൈവത്തിന് പോലും പ്രവചിക്കാനാവില്ലല്ലോ. ഒരിക്കൽ ഭ്രാന്ത്, പിന്നൊരിക്കൽ ഭക്തി. എന്നേക്കുമായി ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്ന ഭയത്തിലാ ഞാൻ. എന്നാലും ഒരു പ്രാർത്ഥനയുണ്ട്, ഈ കാണുന്നതൊക്കെ സത്യമാവണേന്ന്. നിന്റെ അച്ഛന്റെ മനസ്സ് മാറണേന്ന്. ഞാനും അങ്ങനെ തന്നെ അമ്മ പ്രാർത്ഥിക്കുന്നേ. ഈ ഒരു ജന്മം അങ്ങനൊരു ഭാഗ്യം ഉണ്ടെങ്കിലോ? ഉണ്ടാവും മോളെ. ദൈവത്തിന് നിരക്കാത്തതൊന്നും അമ്മ ഇന്നോളം ചെയ്തിട്ടില്ല. എന്റെ മോക്ക് ഒരു നല്ല കാലം ഉണ്ടാവും. ഇന്നലകളൊക്കെ മറന്ന് ഇന്നിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു കാലം. എത്രയും പെട്ടെന്ന് ആ കാലം ഉണ്ടാകാൻ അമ്മ പ്രാർത്ഥിക്കാം. ആദി വന്നോ? കൊടുക്കണോ? വേണ്ട, അന്വേഷണം പറഞ്ഞാ മതി. ശരി മോളെ, ഞാൻ പിന്നെ വിളിച്ചോളാം. ശരി അമ്മ. അമ്മയാ? എന്തുപറ്റി? എന്തെങ്കിലും വിശേഷമുണ്ടോ? ഇന്ന് അച്ഛനിവിടെ വന്നിരുന്നു കാവടി ഭിക്ഷ എടുക്കാൻ. കാവടി ഭിക്ഷയോ? 51 വീട് തണ്ടി അച്ഛൻ പഠനയ്ക്ക് പോകാന്ന് വ്രതം എടുത്തിരിക്കുന്നു. അയ്യോ, അതെന്തുപറ്റി? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെന്നാ പറഞ്ഞത്. പക്ഷെ എന്റെ അച്ഛനായതുകൊണ്ട് എനിക്കൊരു വിശ്വാസം ഇല്ല. ആ മനസ്സ് കണ്ടവരാരും ഇല്ലാതെ. ഏയ്, താനിങ്ങനെ നെഗറ്റീവായി ചിന്തിക്കല്ലേ. ഒരു പക്ഷേ അച്ഛൻ ശരിക്കും മാറിയതാണെങ്കിലോ? ആണെങ്കിൽ അതെന്റെ അമ്മയുടെ ഭാഗ്യം. ഒരു ജന്മം കൊണ്ട് അനുഭവിക്കാവുന്നതിലേറെ ആ പാവ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും ഒരിത്തിരി സ്വസ്ഥത കിട്ടിയാൽ മതിയായിരുന്നു.
എല്ലാം ശരിയാവും പൂജ. താൻ ധൈര്യമായിട്ടിരിക്കും. താൻ കൂടെ ഉള്ളപ്പോ എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല. പൂജ, ജീവിതം മുഴുവൻ ദുരന്തങ്ങളെ സമ്മാനിച്ചപ്പോ ദൈവം എനിക്ക് തന്ന ഒരേ ഒരു മഹാഭാഗ്യം എത്താൻ. ഞാൻ വിശ്വസിച്ചിരുന്നവരൊക്കെ എന്നെ ചതിച്ചപ്പോ സ്നേഹം കൊണ്ട് എന്നെ കീഴടക്കിയവനെത്താൻ. ഞാൻ വരുത്തപ്പോഴും തള്ളി പറഞ്ഞപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നവനാ. താൻ എന്താണോ ഇങ്ങനെ? പൂജ, അതെ, താൻ എന്താണോ ഇങ്ങനെ? അറിയില്ല, എനിക്കറിയില്ല. പൂജ, താനെന്താടോ ഈ നേരത്തെ ഇവിടെ? അല്ല, ഞാനിവിടെ നക്ഷത്രം എണ്ണാനായിട്ട്. നക്ഷത്രം എണ്ണാണ്? അല്ല, ക്ലാരമ്മേടത്തി പറഞ്ഞു തിങ്കളാഴ്ച ദിവസം രാത്രി 11 നക്ഷത്രങ്ങൾ എണ്ണി മനസ്സിലെ മോഹം പറഞ്ഞാൽ സാധിച്ചിരുന്നു. ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് താൻ എന്ത് മോഹാടോ പറഞ്ഞേ? എന്റെ ആദിക്ക് അപകടമൊന്നും ഉണ്ടാവരുതെന്ന്. എന്നിട്ട് 11 നക്ഷത്രങ്ങൾ കിട്ടിയോ? എന്നാ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. എന്ത്? എന്റെ പൂജയ്ക്കും ഒരാപത്തും വരരുതെന്ന്.